ഇന്നത്തെ പ്രഭാതം മറ്റൊരു ദുരന്ത വാർത്തയുമായിട്ടാണ് ഉണരുന്നത്. ശബരിമല തീർത്ഥാടകരുടെ വാഹനവും ഒപ്പം തന്നെ ഒരു കുടുംബം സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ച് കുടുംബാംഗങ്ങൾ, ഒരു കുടുംബത്തിലെ 4 പേരും മരണപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഉണ്ടായത്. വാർത്ത സംഭവിച്ചത് പത്തനംതിട്ട കോന്നി കൂടലിലാണ്. വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാർ യാത്രക്കാരായ മല്ലശ്ശേരി സ്വദേശികളാണ് മരിച്ചത്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. വീട് ഇതാ. നമ്മള് 4 മണിയാകുമ്പോ ഈ ഭീകരമായ സൗണ്ട് കേട്ടോണ്ടാ എഴുന്നേക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തേ ഇടി കഴിഞ്ഞ് ഇടിച്ച് കിടക്കുന്ന കാണാം. പിന്നെ 4 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അപ്പോഴത്തേനും അയ്യപ്പന്മാരെ ഒരാൾക്ക് കാലിനൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ ഇതായിരുന്നു. പിന്നെ ആ ചേച്ചിക്ക് മാത്രം ഒരു ജീവൻ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വലിച്ചിളക്കി, ഡോർ വലിച്ചിളക്കി. അപ്പോഴത്തേനും ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കോന്നിയിലോട്ടാ, ഗവൺമെന്റിലോട്ടാന്നാ പറഞ്ഞു. നമുക്ക് അറിയില്ല. 4 പേരും മരണപ്പെട്ടില്ലേ? സ്പോട്ടിൽ 3 പേര് മരിച്ചു. നമുക്ക് അവരെ ഇറക്കാൻ ഒരു നിർവാഹമില്ല. ഞാനും പപ്പയും മാത്രം ഉള്ളായിരുന്നു. പിന്നെ അയ്യപ്പന്മാര്. കൊച്ചിന് ജീവൻ ഉണ്ടായിരുന്നു. ഞങ്ങള് പെട്ടെന്ന് കൊച്ചിനെ ജീവനോടുകൂടെ കൊണ്ടുവന്നു. കോന്നി അവര് പറഞ്ഞ 108 മാറ്റിയപ്പോഴത്തേനും മരിച്ചെന്ന്. 2 ആഴ്ച മുമ്പ് നടന്ന വിവാഹത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. നാട്ടിൽ അറിയാവുന്ന ആർക്കും സഹിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു വേദനയാണ്. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. വളരെ വേഗം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതോടൊപ്പം തന്നെ ഇനിയും നിഖിലിന്റെ സഹോദരിയൊക്കെ പുറത്തുനിന്ന് വരണം. വന്നതിന് ശേഷം കുടുംബവും ഇടവകയും ഒക്കെ ആയിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതാവും. എന്തുകൊണ്ട് തുടർച്ചയായ ഈ അപകടങ്ങൾ? നമ്മൾ ആരംഭിക്കുന്നത് ഈ പത്തനംതിട്ട കൂടലിൽ നടന്ന ഈ അപകട വാർത്തയിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ലൈവത്തോൺ നമ്മൾ ആരംഭിക്കുന്നത്. വി വിനോദുണ്ട് അപകടം നടന്ന ഇടത്ത്. വിനോദ്, നമ്മൾ ഇന്ന് ഈ ലൈവത്തോൺ മലയാളികളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ എങ്ങനെ പൊതുവിടങ്ങളിൽ ശ്രദ്ധിക്കണം, നമ്മുടെ റോഡുകൾ എത്ര കണ്ട് അപകടപാതകളാണ്, എത്ര കണ്ട് ജാഗരൂകമാകണം എന്ന ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ ഉണ്ടാകുന്ന ഈ അപകടം കൂടി. ആദ്യം വിനോദ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? രാത്രിയിലാണ് പലപ്പോഴും നമ്മുടെ വാഹനാപകടങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് എന്നതാണ് സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്ക് തന്നെ. സ്വാഭാവികമായി ഉറങ്ങിപ്പോകുന്നതാ, മറ്റ് സാധ്യതകൾ ഉണ്ടാവാം. യഥാർത്ഥത്തിൽ ഈ അപകടത്തിന് ഇടവെച്ചത് എന്തായിരുന്നു അവിടുത്തെ സാഹചര്യം? വിനോദ്. സൈത്ത്, പത്തനംതിട്ട കൂടലിലാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് പുലർച്ചെയാണ്. കഴിഞ്ഞ ദിവസം അവർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നവദമ്പതികൾ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ നിന്ന് പോവുകയും മടങ്ങി വരും വഴി ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അപകടത്തിൽപ്പെട്ട ബസ്സാണ്. ഇത് അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ്. തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ സംഘമാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ സജിത്ത്, ഇത് റോഡിന്റെ ഇടതുവശത്തായാണ് ബസ് ഉള്ളത്. പക്ഷേ ഈ ബസ് പൂർണ്ണമായും വലതുവശത്തായിരുന്നു. അത് പിന്നീട് പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടതാണ്. നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് മുന്നിലേക്ക് പോവുകയായിരുന്ന കാർ, നമുക്കിപ്പോൾ ഈ റോഡ് കാണാം. ഈ റോഡിന്റെ ഇടതുവശത്തു കൂടിയാണ് കാർ സഞ്ചരിച്ചിരുന്നത്. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ആ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ആ ദിശയിൽ, ആ പാതയിലൂടെയായിരുന്നു ബസ് സഞ്ചരിച്ചു വന്നിരുന്നത്. എന്നാൽ ഈ കാർ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയത് കൊണ്ട് അപകടം സംഭവിച്ചു എന്നാണ്. അതായത് ഇടതുവശത്തു കൂടി സഞ്ചരിച്ചിരുന്ന, ഇപ്പോൾ ഈ പോകുന്ന കാർ പോകുന്ന മാതിരി തന്നെ സഞ്ചരിച്ചിരുന്ന വാഹനം വലതുവശത്തേക്ക് മാറുന്നു. അത് ഈ പുലർച്ചെ വണ്ടി ഓടിച്ചിരുന്ന ആൾ, കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയത് കൊണ്ട് സംഭവിച്ച കാര്യമെന്നാണ് പറയുന്നത്. ഇതിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നത് മത്തായി ഈപ്പൻ, മകൻ നിഖിൽ, അതോടൊപ്പം തന്നെ ബിജു പി ജോർജ്, മകൾ അനു. ഇതിൽ നിഖിലും അനുവും കഴിഞ്ഞ മാസം 30-നാണ് വിവാഹിതരായത്. ഇവർ ഹണിമൂണിനായി മലേഷ്യയിലേക്ക് പോയിരുന്നു. ഇരുവരുടെയും പിതാക്കന്മാരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ അനുവിൻ്റെ പിതാവായിരുന്ന ബിജുവാണ് വാഹനം ഓടിച്ചിരുന്നത്. ബിജു ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമായതായി പറയുന്നത്. ദൃക്സാക്ഷികളടക്കം ഇവിടെ പറയുന്നത്, അവർ ഈ ശബ്ദം കേട്ട് എത്തിയ ആളുകളാണ്. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ റോഡിൽ ആളുണ്ടായിരുന്നില്ല. എന്നാൽ ഈ അപകടം നടന്ന് അവിടേക്ക് ഓടിക്കൂടിയ ആളുകൾ അവർ പറയുന്നത്
ഈ വാഹനത്തിൽ 4 പേരും കുടുങ്ങിയ നിലയിലായിരുന്നു. വെട്ടിപ്പൊളിച്ചാണ്, പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തിയ ശേഷം വാഹനം വെട്ടിപ്പൊളിച്ചാണ് 4 പേരെയും പുറത്തെടുക്കുന്നത്. പുറത്തെടുക്കുമ്പോൾ അനുവിന് മാത്രമാണ് ജീവൻ ഉണ്ടായിരുന്നത്. ബാക്കി 3 പേരും ഈ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നാണ് ഈ അപകടം കണ്ട് ഓടിക്കൂടിയ ആളുകൾ പ്രതികരിച്ചത്. അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും അനുവിനും ജീവൻ നഷ്ടമായിരുന്നു. ഈ കാറിലുണ്ടായിരുന്ന 4 പേരും മരണപ്പെടുന്ന സാഹചര്യം. ഈ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സിൽ ഉണ്ടായിരുന്ന ചില അയ്യപ്പ ഭക്തർക്ക് ചെറിയ പരിക്കുകൾ മാത്രമാണുള്ളത്. അവർക്ക് മറ്റ് പ്രശ്നങ്ങളില്ല. എന്നാൽ ഈ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്ന നിലയിലാണ്. ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്ന നിലയിലാണ്. കാറാകട്ടെ അതിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും ആളുകൾ അതിനുള്ളിൽ ഞെരുങ്ങിയ അവസ്ഥയിലുമായിരുന്നു. സജിത്ത്, നമ്മൾ ഈ അപകടം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ദിവസങ്ങൾക്കുള്ളിൽ നടന്ന മറ്റ് അപകടങ്ങളെക്കുറിച്ചാണ്. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ ഈ വാഹനാപകടത്തിൽ മരിച്ച സാഹചര്യം, ബസ്സുമായി കൂട്ടിയിടിച്ച് മരിക്കുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ പിന്നീട് സ്കൂൾ കുട്ടികളായ 5 പേർ മരിക്കുന്ന സാഹചര്യം. ആ നിലയ്ക്കൊക്കെ വലിയ വേദന ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ ദിവസങ്ങളിൽ, അടുത്തടുത്ത ദിവസങ്ങളിൽ കേരളം കേട്ട വാർത്തകൾ. ഇതിനിടയിൽ ചില ദൃശ്യങ്ങൾ കൂടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്തു. തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ചെറിയ കുഞ്ഞിന്റെ ദൃശ്യം, അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര പാറശാലയിൽ ഒരു കാർ അരികിലൂടെ പാഞ്ഞു കയറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചു തെറിപ്പിക്കുമ്പോൾ അവിടെയും വളരെ ചെറിയ വ്യത്യാസത്തിൽ ജീവൻ രക്ഷപ്പെട്ടു പോകുന്ന ഒരു യുവതി. ആ നിലയ്ക്കൊക്കെ ഉള്ള ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നു. അവിടെയാണ് നമ്മൾ ഇപ്പോഴുള്ള ഒരു അപകടത്തിന്റെ സാധ്യത കാണേണ്ടത്. സജിത്ത് ആദ്യം പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ വളവാണ്, നമുക്ക് കാണാം. ഈ ബസ് നിൽക്കുന്നതിനും കുറച്ച് മുന്നിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു കാർ കടന്നു പോകുന്നു, ആ ഭാഗത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. അവിടെ ഒരു ഇറക്കവും വളവും ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രണം വിട്ടു പോകുന്ന സാഹചര്യങ്ങൾ, ഇത്തരത്തിൽ പല അപകടങ്ങളും സംഭവിക്കുന്ന സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് വളവും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുള്ള ഇറക്കവുമാണ്. മറ്റൊന്ന്, ഡിവൈഡറുകൾ ഇല്ല എന്നത് ഒരു വലിയ പ്രശ്നമായി പറയുന്നുണ്ട്. ശക്തമായ ഡിവൈഡറുകൾ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഓവർടേക്കിംഗ് പല സമയത്തും, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നടക്കുന്ന ഓവർടേക്കിംഗ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രകാശമില്ലാത്ത പ്രശ്നങ്ങൾ, പല സ്ഥലത്തും പ്രോപ്പറായ ലൈറ്റില്ല, കൃത്യമായ വെളിച്ചമില്ല, ഇത് മറ്റൊരു പ്രശ്നമാണ്. പിന്നെ റോഡിന്റെ നിർമ്മിതിയിലെ അശാസ്ത്രീയത, താഴ്ന്നും ഉയർന്നും ഉള്ള ചില നിർമ്മിതികളുണ്ട്. അത് വിദഗ്ധർ പറയുന്നത് ആ തരത്തിൽ റോഡുകൾ നിർമ്മിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്ന ഒരു വസ്തുതയാണ്. നേരത്തെ ജർമ്മനിയിൽ നിന്നുള്ള ചില ഉപകരണങ്ങൾ, അത് സാങ്കേതികമായി ഈ സ്പീഡ് ഡിക്റ്റേറ്റ് ചെയ്യുകയും ദൂരെ നിന്ന് തന്നെ ഡ്രൈവർക്ക് അതിന്റെ സിഗ്നൽ നൽകുകയും ചെയ്യുന്ന സംവിധാനമാണ്. പക്ഷെ അതിന്റെയൊക്കെ പ്രവർത്തനം കാര്യക്ഷമമായി നടന്നില്ല എന്നത് മറ്റൊരു കാര്യം. നമ്മളിപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലെ കാര്യം പരിശോധിക്കുമ്പോൾ സജിത്ത് പ്രധാനമായും പറയേണ്ടത് ഈ നാഷണൽ ഹൈവേയുടെയും അതോടൊപ്പം തന്നെ MC റോഡിന്റെയും ഒക്കെ ഭാഗമായി വരുമ്പോൾ അപകടം പതിയിരിക്കുന്ന 12 സ്ഥലങ്ങളാണ് പൊതുവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 12 സ്പോട്ടുകളാണ്. നേരത്തെ ഈ അപകടം നടക്കുന്ന മേഖലകൾ എന്ന നിലയ്ക്കാണ് ഈ സ്പോട്ടുകൾ തരംതിരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു റീച്ചായാണ് പരിഗണിക്കുന്നത്. അതായത് 10 കിലോമീറ്റർ വരെയൊക്കെയുള്ള റീച്ചുകൾ, 5 കിലോമീറ്ററിനും 10 കിലോമീറ്ററിനും ഇടയ്ക്ക് വരുന്ന റീച്ചുകളായി തരംതിരിച്ചാണ് ഈ അപകട മേഖല കണക്കാക്കുന്നത്. അവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ, അവിടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്, പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. വളവുകൾ നിവർത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇറക്കവും വളവും എന്നത് വലിയ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അവിടെയാണ് സ്ഥിരമായി അപകടങ്ങൾ സംഭവിക്കുന്നത്. വളവുകൾ നിവർത്താൻ വലിയ തോതിൽ സ്ഥലം ഏറ്റെടുക്കൽ വേണ്ടിവരില്ല. ഈ കൊടും വളവുകൾ നിവർത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ, ചേട്ടാ ഈ പരിസരവാസിയാണോ? ഈ അപകടങ്ങൾ സാധാരണ ഇവിടെ നടക്കാറുണ്ട്. ഈ പരിസരവാസികളെല്ലാം അപകടം അറിഞ്ഞു വന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വാഹനം, കാറ് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബസ് ഇവിടെ തന്നെ തുടരുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് സൈത്ത് ഈ വളവുകൾ നിവർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പല കുറി ആളുകൾ ഉന്നയിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും അപകടം നടക്കുമ്പോൾ അവിടെ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് വളവുകൾ ഉള്ള സ്ഥലമാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്നത് നടൻ ജഗദീഷ് ശ്രീകുമാർ അപകടത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അതൊക്കെ വളവുകളായിരുന്നു.
കൊടും വളവുകളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു. ചേർത്തലയിൽ ഒരുപക്ഷെ നടി മോനിഷ മരിച്ച സ്ഥലം എക്സ്റേ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം, അവിടെയും വളവ് ഉള്ള ഒരു സ്ഥലമാണ്. അത്തരത്തിൽ പല സമയങ്ങളിലായി നടന്ന അപകടങ്ങൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ ഉൾപ്പെട്ട അപകടങ്ങൾ ഇതെല്ലാം തന്നെ നമ്മൾ പരിഗണിക്കുമ്പോൾ വളവുകൾ ഉള്ള സ്ഥലം അല്ലെങ്കിൽ കൃത്യമായ പ്രോപ്പറായ രീതിയിൽ ഡിവൈഡറുകളോ ശക്തമായ രീതിയിൽ അങ്ങനെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ട്രാഫിക് സിഗ്നലുകളോ ഉള്ള സ്ഥലങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. മാത്രമല്ല രാത്രികാലങ്ങളിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും പുലർച്ചെയാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. 2 മണി മുതൽ ഏതാണ്ട് 5 മണി വരെയുള്ള സമയം, പുലർച്ചെ 2 മണി മുതൽ രാവിലെ 5 മണി വരെയുള്ള സമയത്ത് വലിയ തോതിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ മേജർ ആക്സിഡന്റ് എന്ന് പറയുന്നതെല്ലാം തന്നെ സംഭവിക്കുന്നത് ആ സമയത്താണ്, വളരെ കൂടുതലായി സംഭവിക്കുന്നത് ആ സമയത്താണ്. അത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം, സ്ക്വാഡുകളുടെ ഒക്കെ പ്രവർത്തനം, ചില സമയത്ത് എറണാകുളത്തൊക്കെ ചുക്കുവെള്ളം ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോൾ അത് വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയും പിന്നീട് അതെല്ലാം തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ റോഡിൽ നിന്നിട്ട് ഡ്രൈവർമാർക്ക് പുലർച്ചെ ചുക്കുവെള്ളം കൊടുക്കുന്ന വാർത്തയൊക്കെ നേരത്തെ വന്നപ്പോൾ അത് നല്ല കാര്യമായി പൊതുസമൂഹം കണ്ടതാണ്, അങ്ങനെ വിലയിരുത്തിയതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ റോഡ് പരിശോധിച്ചാൽ തന്നെ കാണാം തിരക്ക്. ഇന്ന് ഞായറാഴ്ചയാണ്, അത്യാവശ്യം വാഹനങ്ങൾ ഉള്ള ഒരു ദിവസമാണ്. മാത്രമല്ല ശബരിമല തീർത്ഥാടന സമയമാണ്. മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കേണ്ടത്, ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ഒരു സമയമാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കറിയാം കാസർഗോഡേക്ക് വരെയുള്ള പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പലയിടങ്ങളിലും വാഹനങ്ങൾ ഓടിച്ചു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ആലപ്പുഴയിലേക്ക് എറണാകുളത്തേക്ക് പോകുന്ന ആളുകൾ പലപ്പോഴും ആശ്രയിക്കുന്നത് MC റോഡിനെയാണ്. അതുകൊണ്ട് തന്നെ MC റോഡിൽ ഈ വാഹനങ്ങളുടെ എണ്ണം കൂടുകയും ഇതെല്ലാം തന്നെ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്.